ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് 3 ഫേസ് റെക്ടിഫയേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സിംഗിൾ ഫേസ് റെക്ടിഫയേഴ്സ് കണ്ടിരുന്നു. അതിൻ്റെ കൺട്രോൾഡ് കോൺഫിഗറേഷൻ, അൺകൺട്രോൾഡ് കോൺഫിഗറേഷൻ, ഹാഫ് വേവ്, ഫുൾ കൺവേർട്ടർ, സെമി കൺവേർട്ടർ, ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3 ഫേസ് നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫോർമുല മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൻ്റെ കുറച്ച് വേവ് ഫോംസ്, അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്ക് അങ്ങനെയായിരിക്കും. ടെസ്റ്റ് പേപ്പറിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാവില്ല. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 ഫേസിൻ്റെ അൺകൺട്രോൾഡ് കോൺഫിഗറേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ആസ് യു നോ, 3 ഫേസ് റെക്ടിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈ പവർ ആപ്ലിക്കേഷൻസ്. ഇനി അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയോഡ്സ് ആർ ദ സ്വിച്ചിങ് ഡിവൈസസ്. ഇനി so this is the circuit diagram of a 3 phase diode bridge rectifier. It has got 3 legs and 2 devices in each leg, altogether 6 devices. So ഞാൻ ഒരു ലെഗിൽ അപ്പർ ഡിവൈസ് ഉണ്ട്, ലോവർ ഡിവൈസ് ഉണ്ട്, അങ്ങനെ നമുക്ക് 3 ലെഗാണുള്ളത്, അങ്ങനെ 6 ഡിവൈസ്. സോ അപ്പർ ഡിവൈസുകളെ ഞാൻ വിളിക്കുന്നത് D1, D3 ആൻഡ് D5, ലോവർ ഡിവൈസ് D2, D6 ആൻഡ് D4. ഇത് ഓൺ ആവുന്നത് നമുക്കറിയാം. ഡയോഡ് എങ്ങനെയാണ് ഓൺ ആവുന്നത്? ഫോർവേഡ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടേൺഡ് ഓൺ. അതിന് റിവേഴ്സ് വോൾട്ടേജ് വന്നാൽ അത് ടേൺ ഓഫ് ആവും. നമുക്കറിയാം നമ്മുടെ സപ്ലൈ ഉള്ളത് 3 ഫേസ് AC സപ്ലൈ ആണ്. 3 ഫേസ് AC സപ്ലൈ ഇസ് നമുക്കറിയാം 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള 3 സിംഗിൾ ഫേസ് സപ്ലൈ പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ 3 ഫേസ് സപ്ലൈ is provided at the input, and at the output you are getting a DC voltage. Okay, so ഒരു ഡിവൈസ് ഈ ഒരു കോൺഫിഗറേഷനിൽ ഈച്ച് ഡിവൈസ് വിൽ ബി കണ്ടക്ടിങ് ഫോർ 120 ഡിഗ്രി. ഒരു ഡിവൈസ് 120 ഡിഗ്രി സമയത്തേക്കാണ് കണ്ടക്ട് ചെയ്യുക. ഒരു ഡിവൈസ് ഓൺ ആയി കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത ഡിവൈസ് ഓൺ ആവും. അപ്പോൾ D1 ഓൺ ആയി കഴിഞ്ഞാൽ D2 ഓൺ ആവാൻ 60 ഡിഗ്രി കഴിഞ്ഞാൽ D2 ഓൺ ആവും. D2 ഓൺ ആയി 60 ഡിഗ്രി കഴിഞ്ഞാൽ D3 ഓൺ ആവും. ലൈക്ക് ദാറ്റ്. സോ സീക്വൻസസ് 1, 2, 3, 4, 5, 6. ഇത് എങ്ങനെയാണ് ഓൺ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിലോട്ടൊരു നമുക്ക് ഡയോഡിന്റെ ആനോഡിലേക്ക് പോസിറ്റീവ് സപ്ലൈ കിട്ടുമ്പോഴാണ്. ഓക്കെ, സോ അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസ് ഓൺ ആയിരിക്കും. ഓക്കെ, സോ ഈച്ച് ഡിവൈസ് കണ്ടക്ട്സ് ഫോർ 120 ഡിഗ്രി. ഇനി ആൾട്ടർനേറ്റ് ആയിട്ട് 60 ഡിഗ്രി ഇന്റർവെല്ലിൽ ഫയർ നമ്മൾ ഓൺ ആകുന്നതുകൊണ്ട് ഒരു പെയർ കണ്ടക്ട് ചെയ്യുന്നത് 60 ഡിഗ്രി സമയത്തേക്കായിരിക്കും. ഓക്കെ, സോ അറ്റ് എ ടൈം ഒരു പെയർ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് 360 ഡിഗ്രിയാണ് ഒരു സൈക്കിള്. സോ ഒരു സൈക്കിളിൽ 60 ഡിഗ്രി സമയത്തേക്ക് ഒരു പെയർ കണ്ടക്ട് ചെയ്യും. അങ്ങനെ എത്ര പെയേഴ്സ് അപ്പം ഉണ്ടായിരിക്കും ഒരു സൈക്കിളിൽ? നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 360/60 is equal to 6. So 6 pulses will be there at the output side. If you look for a 3 phase diode bridge rectifier. So ഇതിനെ നമുക്ക് 6 pulse rectifier എന്ന് കൂടെ വിളിക്കും. ഓക്കെ, അത് അങ്ങനെ ഒരു ഇത് ഓർത്തിരിക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. 6 pulse rectifier അത് വേറെ ഒന്നുമല്ല, നമുക്ക് 6 പൾസസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഈച്ച് പൾസ് കറസ്പോണ്ടിങ് ടു എ പെയർ ഓഫ് ഡിവൈസസ് കണ്ടക്ടിങ്. ഇനി ഇത് എങ്ങനെ ഓൺ ആവുന്നതെന്നുള്ളത് നമുക്കറിയാം. 3 ഫേസ് AC സപ്ലൈ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ടോപ്പ് പോർഷനിൽ ഫേസ് വോൾട്ടേജ് ആണ്. നമുക്കറിയാം ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്കറിയാം. 3 ഫേസ് AC വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് അല്ല, ഫേസ് വോൾട്ടേജ് ആണ് ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്നത്. VA, VB, VC അത് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. VA സ്റ്റാർട്ട് ചെയ്ത് 120 ഡിഗ്രി കഴിഞ്ഞ് VB, അതിനുശേഷം 120 ഡിഗ്രി കഴിഞ്ഞ് VC. ഓക്കെ, സോ ഡയോഡ് എങ്ങനെയാണോ ആയിരിക്കുക നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. D1 എവിടെയാണ്? ഹിയർ ഇൻ ഫേസ് എ അപ്പർ ഡിവൈസ്. അപ്പോൾ D1 ഓൺ ആവണമെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ്, ദാറ്റ് മീൻസ് VA പോസിറ്റീവ്. എവിടെയാണ്? മോസ്റ്റ് പോസിറ്റീവ്. അതാണ് പ്രത്യേകത, മോസ്റ്റ് പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ VC പോസിറ്റീവ് ആണ്, ഇത്രയും സമയത്ത് VB അത് നോക്കിയിട്ട് കാര്യമില്ല. മോസ്റ്റ് പോസിറ്റീവ്. ഓക്കെ, സോ VA പോസിറ്റീവ് ഫ്രം 30 ഡിഗ്രി ടു 150 ഡിഗ്രി അങ്ങനെയാണ്. അപ്പോൾ 30, 150, 150 minus 30, 120. സോ ദിസ് മച്ച് ടൈം പീരീഡ് D1 വിൽ ബി ഓൺ. ആൻഡ് അടുത്തത് ഇത്രയും ടൈം പീരീഡ് ആരോണായിരിക്കും? T3. ഇത്രയും ടൈം പീരീഡ് ആരോണായിരിക്കും? T5. അപ്പോൾ അപ്പർ ഡിവൈസുകൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് പോർഷനിൽ മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് ആരാണെന്ന് നോക്കുക. ആ വോൾട്ടേജ് ഏത് ഫേസിലാണെന്ന് നോക്കുക. ആ ഫേസിൽ അപ്പർ ഡിവൈസ് ഓൺ ആയിരിക്കും. സിമിലർലി ലോവർ ഡിവൈസ് ഓൺ ആവണമെങ്കിൽ എന്താണ്? ഏറ്റവും നെഗറ്റീവ്, മോസ്റ്റ് നെഗറ്റീവ് VB ഇവിടെ തുടങ്ങി ഇവിടെ വരെ ആരാണ്? VB.
വി ബി ഏത് ഫേസിലാണ് ഇരിക്കുന്നത്? ഈ ഫേസിലാണ്. സോ വി ബിയുടെ ഫേസിൽ നെഗറ്റീവ് ഡിവൈസ് D6. ഓക്കെ. സിമിലർലി ബ്ലൂ ദാറ്റ് ഇസ് സി വി സി ആണ് ഇവിടെ തുടങ്ങി ഇവിടെ വരെ. ഓക്കെ. 90 to 210 ഡിഗ്രി വി സി ആണ്. വി സി ഫേസിലെ ലോവർ ഡിവൈസ്. വി സി ഫേസിലെ ലോവർ ഡിവൈസ് ഇറ്റ് ഇസ് D2. ഓക്കെ. D2. ദെൻ അടുത്തത് എ ഫേസിലെ ലോവർ ഡിവൈസ് D4. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി 30 to 120 sorry 150 30 to 150 degree this much time period D1 is on. പിന്നെ ഇവിടെ എത്തുമ്പോൾ D2 is on. അങ്ങനെ പോകും. സോ ഓരോ 60 ഡിഗ്രി കഴിയുമ്പോഴും അടുത്ത ആൾ ഓണായി വരും. ഈച്ച് ഡിവൈസ് വിൽ ബി ടേൺഡ് ഓൺ ഫോർ 120. ഈച്ച് പെയർ വിൽ ബി കണ്ടക്ടിങ് ഫോർ 60 ഡിഗ്രി. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൈൻ വോൾട്ടേജിന്റെ പാറ്റേൺ വരുന്നത്. ഇനി രണ്ട് ഡിവൈസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, VA D1ൽ കൂടെ കയറി തിരിച്ച് D2 കൂടെ വന്ന് VC. സോ വാട്ട് ഇസ് ദ വോൾട്ടേജ്? VAC. 1ഉം 2ഉം കൂടി കണ്ടക്ട് ചെയ്യുമ്പോൾ അപ്പറിൽ A ഫേസ്, ലോവറിൽ C ഫേസ്, ഇറ്റ് ഇസ് VAC. ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻപുട്ടിൽ 3 ഫേസുകളിലായിട്ട് 3 ഫേസ് AC സപ്ലൈ കൊടുക്കുന്നു. ഇവിടെ എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന അറ്റ് എ ടൈം ലൈൻ വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ. സോ ദാറ്റ് ഇസ് വൈ താഴെ ഞാൻ ലൈൻ വോൾട്ടേജ് ആണ് വരച്ചിട്ടുള്ളത്. ലൈൻ വോൾട്ടേജിൽ തന്നെ ഡോട്ടഡ് വെച്ചിട്ടാണ് ലൈൻ വോൾട്ടേജ് കാണിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ ഡാർക്കൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. സോ VAB is available at the output terminal when എപ്പോഴാണ് VAB കിട്ടുക? ഒന്ന് നോക്കി നോക്കൂ. VAB അപ്പർ ഡിവൈസ് VAB എന്ന് പറയുമ്പോൾ അപ്പർ ഡിവൈസ് A ഫേസിലെ അപ്പർ ഡിവൈസും B ഫേസിലെ ലോവർ ഡിവൈസും ദാറ്റ് ഇസ് D1 D6. നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അനാലിസിസ് അത്ര ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ 6 പൾസ് ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ലൈൻ വോൾട്ടേജ് ആണ്, തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം കൂടുതൽ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഓക്കെ. സോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ് ടു 330 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30 പ്ലസ് 360 ദാറ്റ് ഇസ് 390. അതാണ് ഒരു സൈക്കിൾ. ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഹൗ മെനി പൾസസ് ആണ്? 1 2 3 4 5 6. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ 6 പൾസ് റെക്ടിഫയർ. ഇനി അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇന്റർവെൽ, അതായത് ഒരു സൈക്കിളിൽ ഫുള്ള് ആവറേജ് എടുക്കണം. സോ ആവറേജ് വാല്യൂ ആണ് ഞാൻ ഈ സോളിഡ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് V0 ആവറേജ്. അത് എഗെയിൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ നമ്മൾ 1 ടൈം പീരീഡ് ഇന്റഗ്രൽ 0 to ടൈം പീരീഡ് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ഡെറിവേഷൻ. സോ V0 ആവറേജ് ദാറ്റ് ഇസ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഇറ്റ് ഇസ് 3√3 Vm/π. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. 3√3 π എല്ലാം കോൺസ്റ്റന്റ് ആണ്. Vm എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് ആണ്, ലൈൻ അല്ല, ഫേസ് വോൾട്ടേജ് ആണ്. ഏതെങ്കിലും ഒരു ഫോർമുല നോക്കി പഠിച്ചു വെക്കുക. പല ടെക്സ്റ്റിലും പല രീതിയിലുണ്ടായിരിക്കും. ചിലതിൽ 3 into ഈ √3 Vm ഒന്നിച്ച് VL എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കും, VLM എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, 3√3 Vm/π, where Vm is the peak value of the phase voltage. ഇപ്പൊ നമ്മുടെ ഫേസ് വോൾട്ടേജ് നമുക്കറിയാം, 3 ഫേസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ 440 വോൾട്ട്. ഫേസ് വോൾട്ടേജ് എത്രയാണ്? 440/√3 സ്റ്റാർ ആണെങ്കിൽ അതിന്റെ പീക്ക് ദാറ്റ് ഇസ് ഇൻറ്റു √2. അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ 3 ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയേഴ്സിലേക്ക് കിടക്കുകയാണ്. 3 ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയറിൽ അഗെയിൻ നമുക്ക് ഡയോഡിന് പകരം എന്താണ് ഇവിടെ ഒരു വ്യത്യാസം ഉള്ളത്? SCRs ആയിരിക്കും. ഞാൻ അതേപോലെ തന്നെയാണ് നമ്പർ ചെയ്തിട്ടുള്ളത്. 135 അപ്പർ ഡിവൈസസ്, ലോവർ ഡിവൈസസ് ആർ 264. ഇതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. 30 ഡിഗ്രിയിൽ കറക്റ്റ് D1 ഓൺ ആയ പോലെ T1 അല്ലെങ്കിൽ നമ്മുടെ SCR1 ഓൺ ആവില്ല. ഓൺ ആവണമെങ്കിൽ നമ്മളൊരു പൾസ് കൊടുക്കണം. പൾസ് എപ്പോൾ കൊടുക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. സോ ദാറ്റ് ഇസ് മൈ ഫയറിംഗ് ആംഗിൾ ആൽഫ. ഓക്കെ. സോ ഫയറിംഗ് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഫയറിംഗ് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും 30 ആണ് നമ്മുടെ റെഫറൻസ്. സോ ഇപ്പോൾ നിങ്ങളുടെ ഫയറിംഗ് ആംഗിൾ 30 ആണെങ്കിൽ
T1 will be turned on at 30 plus 30. 30 is your reference, that is 60 degree. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. See, 5 by 6 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല 30 ഡിഗ്രി. 30 പ്ലസ് 30 അപ്പോഴായിരിക്കും T1 ഓൺ ആയിരിക്കുക. ഇഫ് ഫയറിംഗ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. അപ്പോൾ ഫയറിംഗ് ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിലോ, ഈ കാണിച്ചിരിക്കുന്നത് 60 ഡിഗ്രിയിലത്തെ വേവ് ഫോം ആണ്. ഫയറിംഗ് ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ എപ്പോഴായിരിക്കും T1 ഓൺ ആവുന്നത്? T1 ഓൺ ആവുന്നത് 30 പ്ലസ് 60. 30 നമ്മുടെ റെഫറൻസ് ആണ്. 30 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 90. കണ്ടോ, ഈ 90 ഈ പീക്കില് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ T1 ഓൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ T1 ഓൺ ആവുന്ന സമയത്ത് എഗെയിൻ നമുക്കറിയാം T1 ഓൺ ആയി 60 ഡിഗ്രി കഴിഞ്ഞാൽ T2 ഓൺ ആവും. അത് കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞാൽ T3 ഓൺ ആവും. അത് കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞാൽ T4, അങ്ങനെ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നേരത്തെ അതേപോലെ തന്നെയാണ്. അറ്റ് എ ടൈം 2 ഡിവൈസ് കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ലൈൻ വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ആ വേവ് ഫോം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. when 1 and 6 are conducting, output voltages VAB. Next one, 1 and 2 are conducting, output voltages VAC. Next one, T2 and T3 conducting, output voltages VBC. Like that it goes on. Okay, ഇനി ഈ കാണിച്ചിരിക്കുന്ന എല്ലാം തൈറിസ്ട്രിക്കുള്ള കറന്റ് ആണ്. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 1 ഓൺ ആവുന്നത് എപ്പോഴാണ്? പൈ ബൈ 6 പ്ലസ് ആൽഫ, ദാറ്റ് ഇസ് 30 പ്ലസ് ആൽഫ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് പൈ ബൈ 6 പ്ലസ് ആൽഫയിലാണ് T1 ഓൺ ആവുന്നത്. 120 ഡിഗ്രി സമയത്തേക്ക് ഓൺ ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു 60 ഡിഗ്രിക്ക് ശേഷമായിരിക്കും T2 ഓൺ ആയിരിക്കുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 1ഉം 4ഉം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സോഴ്സിലെ കറണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഔട്ട്പുട്ട് കറണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കാണിച്ചിട്ടുള്ളത് റെസിസ്റ്റീവ് ലോഡിന്റെ കേസും കാണിച്ചിട്ടുണ്ട്, ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസും കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റീവ് ലോഡാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം VAB ഇവിടെ ഇത് കഴിഞ്ഞ് നെഗറ്റീവിലോട്ട് പോകും. See, this is the voltage. വോൾട്ടേജിന്റെ കാര്യം നമുക്കറിയാം. ലൈൻ വോൾട്ടേജ് AC വോൾട്ടേജ് ആണെങ്കിൽ നെഗറ്റീവിലോട്ട് പോകും. SCRനാണെങ്കിൽ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ, റെസിസ്റ്റീവ് ലോഡ് ആണ് എന്നുണ്ടെങ്കിൽ കറന്റും വോൾട്ടേജും 0 ആയി കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? SCR ഓഫ് ആയിരിക്കും. isn't it? സോ റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ VAB പിന്നെ നെഗറ്റീവിലോട്ട് പോകുന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി സിംഗിൾ ഫേസ് റെക്ടിഫയേഴ്സിൽ കണ്ടതാണ്. നെഗറ്റീവിലോട്ട് പോകുന്നില്ല, നമുക്കൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരും. ഓക്കെ, so that is a case of R load. In case of RL load ആണ് ആൽഫ ഈക്വൽ ടു 90 ആണെങ്കിൽ എന്ത് സംഭവിക്കും? VAB താഴത്തോട്ട് പോകും. തൈറിസ്റ്റർ അപ്പോൾ ഓഫ് ആവില്ല, കാരണം കറണ്ട് 0 ആവില്ല. കറണ്ട് കുറച്ചുകൂടി സമയം അടുത്ത ഡിവൈസ് ഓൺ ആവുന്നവരേക്കും കറണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ താഴോട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇനി കൺസിഡർ ദ കേസ് വെൻ ആൽഫ ഈക്വൽ ടു 120 ആകുമ്പോൾ എന്താവും? ഇപ്പൊ നമ്മൾ ആൽഫ ഈക്വൽ ടു 60 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് ആക്സിസിൽ 0 ടച്ച് ചെയ്ത് ഇങ്ങനെ പോയി. 30 ആണെങ്കിൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യില്ല, മുകളിൽ ഇങ്ങനെ റിപ്പിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, ആൽഫ ഈക്വൽ ടു 30 ആണെങ്കിൽ മുകളിൽ 0യിൽ ടച്ച് ചെയ്യാതെ, എക്സ് ആക്സിൽ ടച്ച് ചെയ്യാതെ പോകും. 60 ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് വന്നു, ബൗണ്ടറി പോലെ. പിന്നെ 90 വന്നപ്പോൾ ഒരു ഇൻവെർട്ടഡ് ഔട്ട്പുട്ട്, അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പോകുന്നു നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. 120 ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 60 ഇവിടെ മുകളിലോട്ടാണെങ്കിൽ ഇതിന്റെ നേരെ തിരിച്ച് താഴോട്ട് വരും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് പോലെ ഇൻവേർഷൻ സംഭവിക്കും. ഓക്കെ, സിമിലർലി ഫോർ 150 30 ഡിഗ്രിക്ക് എന്തായിരുന്നോ അതിന്റെ നേരെ മിറർ ഇമേജ് പോലെ താഴെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് റെക്ടിഫയേഴ്സിൽ കണ്ട പോലെ തന്നെ രണ്ട് ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ അവൈലബിൾ ആണ്. നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ഡയോഡ് ബ്രിഡ്ജ് ആയിരുന്നപ്പോൾ ഇറ്റ് വാസ് 3√3 Vm/π. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പാരാമീറ്റർ കൂടെ വരുന്നു, ദാറ്റ് ഇസ് അവർ ഫയറിംഗ് ആംഗിൾ. അപ്പൊ അതെന്ത് വരും? കോസ് ആൽഫ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. 3√3 Vm/π ഇൻറ്റു കോസ് ആൽഫ. ആൽഫ നമുക്ക് കൺട്രോൾ ചെയ്യാം, thereby we can control V0 average. ഇനി നമ്മൾ പോകുന്ന 3 phase ഹാഫ് കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ്, ദാറ്റ് ഇസ് സെമി കൺവെർട്ടേഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടാണ്, ഹാഫ് ഓഫ് ദ ഡിവൈസസ് ആർ SCRs and the rest of the devices are diodes. Okay,
അപ്പോൾ മുകളിലെ എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് SCRs, താഴെ വെച്ചിരിക്കുന്നത് ഡയോഡ്സ് ആണ്. ഇനി ഇതിലൊരു കാര്യമുള്ളത്, മുകളിലുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, താഴെയുള്ള ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ് us see the waveform. ഞാൻ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി കാണിച്ചു തരാം. ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ 30 ആണ് നമ്മുടെ റെഫറൻസ്, ദാറ്റ് ഇസ് 5/6 റെഫറൻസ്. 30 പ്ലസ് 30 പ്ലസ് 30 ദാറ്റ് ഇസ് 30 പ്ലസ് ആൽഫ. ഇവിടെ വെച്ച് 30 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയിൽ T1 ഓൺ ആയി. T1 ഓൺ ആയി. ഈ ഒരു ഇൻസ്റ്റന്റിൽ നോക്കൂ, T1 അപ്പർ ഡിവൈസ് ആണ്, അതായത് T1 ഇരിക്കുന്ന ഫേസ് A ഫേസ് ആണ്. അപ്പൊ VA വന്നു. താഴെ നിന്ന് ആരാ വരിക എന്നുള്ളതാണ് ഇനി ചോദ്യം. താഴെ നിന്ന് ആരായിരിക്കും വരിക? അത് നമ്മൾ ഡയോഡ് എങ്ങനെയാണ് എടുത്തിരുന്നത്? ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് ആരാണ് ഇവിടെ? VB ഇരിക്കുന്ന ഫേസിലെ ഡിവൈസ് ആരാണ്? VB. അടുക്കലെ ഫേസിലെ D3. ഓക്കെ, സോ T1 D3 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെ തുടങ്ങി ഇവിടെ വരെ. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ T1 ഓഫ് ആവുന്നില്ല, പക്ഷേ ഡയോഡ് മാറി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ് നെഗറ്റീവ് ആരായി? നോക്കൂ, സി ഫേസിലെ ഡിവൈസ് ആരാണ്? D1. അപ്പൊ പിന്നെ T1 D1 ആയിരിക്കും. അപ്പൊ കുറച്ച് സമയം T1 D3 ആയിരുന്നു, അതായത് VAB ആയിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 30 ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ മോസ്റ്റ് നെഗറ്റീവ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജിന്റെ വേർച്യൂ ആണ് അത്. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് അതനുസരിച്ച് അതിന്റെ പൊളാരിറ്റി അനുസരിച്ച് മോസ്റ്റ് നെഗറ്റീവ് സി ആയി മാറി, സി, അതായത് VC. അപ്പൊ നമ്മുടെ ഡിവൈസ് ആരാണ് ഓൺ ആയത്? D1. അപ്പൊ T1 D1. സോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇതൊരു പെക്യുലർ ഷേപ്പ് ആണ്, നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 30 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇതിങ്ങനെ വരേണ്ടതിന്റെ കാരണം അത് 6 പൾസ് തന്നെയാണ്, സംഭവം 6 പൾസ് തന്നെയാണ്. പക്ഷെ നേരത്തെ കണ്ടിരുന്ന പൾസുകളെല്ലാം ഒരേപോലെ ആയിരുന്നു. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നോക്കൂ, കണ്ടോ, ഡയോഡ് വന്നപ്പോഴും എല്ലാം ഒരേപോലെ, ഒരേ ഷേപ്പ് അല്ലേ? ഇനി രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോൾ 30 ഡിഗ്രി ആകുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡയോഡ്സ്. ഇത് ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി ഉള്ളപ്പോൾ ഒരു വേവ് ഫോം ആണത്. ഇത് താഴോട്ട് പോകുന്നില്ല, അത് റെസിസ്റ്റീവ് ആയതുകൊണ്ടല്ല വോൾട്ടേജ് താഴോട്ട് പോകാത്തത്. നമുക്കറിയാം എന്തുകൊണ്ടാണ്? ഡയോഡ്സ് അവിടെയുണ്ട്. ഡയോഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പോവില്ല. സോ ഇവിടെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് DM ഉള്ള ഒരു വേവ് ഫോം ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. DM നമ്മൾ വെക്കുക, ഐ വിൽ ടെൽ യു. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ വീലിംഗ് ഡയോഡിനെ വെക്കാം. ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ വെക്കുക ലോഡിന് പാരലായിട്ടാണ്. ഡയോഡ് വെക്കുക. ഡയോഡിന്റെ കാത്തോഡ് മുകളിലും ആനോഡ് താഴെയായിരിക്കും. ഓക്കെ, ആനോഡ് താഴെ, കാത്തോഡ് മുകളിൽ. അപ്പം ലോഡിൽ കൂടെ ഇങ്ങനെ ഫ്രീ വീൽ ചെയ്യും. നമുക്കറിയാം ഫ്രീ വീൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടാണ്, ഫ്രീ വീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഷോർട്ടഡ് ആയിരിക്കും. അവിടെ കറണ്ട് ഉണ്ടാവും, പക്ഷെ വോൾട്ടേജ് 0 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നോട്ട് ചെയ്യുക. 3√3 VM × 1 + cos alpha / 2π. അത് ശ്രദ്ധിച്ചോന്നറിയില്ല, 1 + cos alpha എന്നുള്ള ടേം നമുക്ക് വന്നിരുന്നത് റെസിസ്റ്റീവ് ലോഡിന്റെ കേസിലും സിംഗിൾ ഫേസ് സെമി കൺവെർട്ടറിന്റെ കേസിലാണ്. അതുപോലെ തന്നെ ഇവിടെ 3√3 VM × 1 + cos alpha / 2π. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെക്ടിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. നൗ വിൽ ഡീൽ വിത്ത് പ്രോബ്ലംസ്.